ചാപ്റ്റർ ഓൺ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ് ആണിത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് ഓൾജിബ്ര ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ്, അതായത് നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് തരും. അപ്പോൾ അതിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഓൾജിബ്രായിക് ഫോം എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പം ജനറൽ ആയിട്ട് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ്റെ ഫോം ഇതാണ്: xn is equal to an plus b. അതിൽ ഈ എയും ബിയും എന്നീ രണ്ട് ഫിക്സഡ് നമ്പേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ട് കോൺസ്റ്റന്റ് നമ്പേഴ്സ് ആയിരിക്കും. എക്സാമ്പിൾ ആയിട്ട് ഇപ്പം xn is equal to ഒരു 5n plus 6. അപ്പം ഈ 5ഉം n-ഉം രണ്ട് ഫിക്സഡ് നമ്പേഴ്സ് ആണ്. ഈ n-ന് ഒരു മാറ്റം ഉണ്ടാവില്ല, അത് ഇങ്ങനെ തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തരും, എന്നിട്ട് അതിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം: write അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: write the algebraic expression for the arithmetic sequence 6, 12, 18, 24, 30 etc. അപ്പം ഇങ്ങനെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഓൾജിബ്രായിക് ഫോം എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ nth ടേമിൻ്റെ ഇക്വേഷൻ തന്നെയാണ്, അതായത് a plus n minus 1 into d. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ എയും ഡിയും എന്താണെന്ന് ഈ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താ 6. a is equal to 6. ഈ ഫസ്റ്റ് ടേം നമുക്ക് എ എന്നല്ലാതെ എഫ് എന്നും ഡിനോട്ട് ചെയ്യാം. എഫ് ഓർ എ, എഫ് അല്ലെങ്കിൽ എ, അതിനാണ് ഫസ്റ്റ് ടേം ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എ ഈക്വൽ ടു 6 കിട്ടി. ഇനി നമുക്ക് ഡി വേണം. ഡി ഇസ് ഈക്വൽ ടു, അതായത് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കോമൺ ഡിഫറൻസ്. ദാറ്റ് ഈസ് 12 minus 6 which is equal to 6. ഇനി നമുക്ക് ഈ രണ്ട് വാല്യൂസും ഈ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഈസ് a plus n minus 1 into d is equal to a is 6. 6 plus n minus 1 ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല, അത് അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n minus 1 into d is 6 എഴുതി. ഇനി ഈ 6 അതുപോലെ തന്നെ താഴേക്ക് എഴുതുക. 6 ഇവിടെ n minus 1 into d എന്നാണ് മീൻ ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഈ 6-നെ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 6 കൊണ്ട് ഇതിനെ രണ്ടിനെ മൾട്ടിപ്പിൾ ചെയ്യാം. ദാറ്റ് ഈസ് 6 into n is 6n minus 1 into 6 is 6. അതായത് 6-നെ ഈ n minus 1 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. 6 into n, ഫസ്റ്റ് 6-നെ n കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക, ദാറ്റ് ഈസ് 6n. നെക്സ്റ്റ് മൈനസ് 1 കൊണ്ട് 6-നെ മൾട്ടിപ്പിൾ ചെയ്യുക, അപ്പോൾ -6. ഇവിടെ ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ പോസിറ്റീവ് 6ഉം ഇവിടെ നെഗറ്റീവ് 6 ആവുന്നിരിക്കണത്. സെയിം നമ്പേഴ്സ് തന്നെ ഡിഫറെൻറ്റ് സൈൻ വരുമ്പോൾ അത് എന്തായി പോകും? 0 ആയി പോകും. ദാറ്റ് ഈസ് 0 plus 6n എന്ന് വരും. 0 plus 6n is 6n. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 6n ആണ്. n-ന്റെ ടേം എപ്പോഴും ഉണ്ടാവും ആണ് 6n. ഈ ടേം എന്താ? 0. അത് 0 ആയിപ്പോയി. 0 എന്താണ്? ഫിക്സഡ് കോൺസ്റ്റന്റ് നമ്പർ തന്നെ. അപ്പം 6n ആണ് ഇതിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: റൈറ്റ് ദ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഫോർ ദ അരിത്തമെറ്റിക് സീക്വൻസ് 10, 15, 20, 25. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെയും ഓൾജിബ്രായിക് എക്സ്പ്രഷൻ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ എയും വേണം, ഡിയും വേണം. ഇവിടുത്തെ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 10. നെക്സ്റ്റ് ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് 15 minus 10 is equal to 5. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇറ്റ് ഈസ് a plus n minus 1 into d is equal to a is 10. 10 plus n minus 1 into d is 5. നെക്സ്റ്റ് ഈ 10-ന് വ്യത്യാസമൊന്നുമില്ല. 10 പ്ലസ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ദാറ്റ് ഈസ് 5 into n. ഫസ്റ്റ് 5 into n മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴേക്കും 5n. നെക്സ്റ്റ് -1 into 5 is -5. ഇനി നേരത്തെ ക്വസ്റ്റ്യൻ നമുക്ക് രണ്ടും സെയിം നമ്പേഴ്സാണ് വന്നത്. ഒരു +6ഉം ഒരു -6ഉം ആയപ്പോൾ അത് എന്തായിപ്പോയി? 0 ആയിപ്പോയി. ഇവിടെ അങ്ങനെയല്ല, നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു +10ഉം പോസിറ്റീവ് 10ഉം -5 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇത് തമ്മിൽ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. +10-ൽ നിന്ന് -5 കുറക്കുക, ദാറ്റ് ഇസ് 5. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 5n plus
5. ഇതാണ് ഇതിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. എപ്പോഴും അത് 0 ആയി പോകണമെന്നില്ല. ഇതാ ഇവിടെയും നമ്പർ നെഗറ്റീവും പോസിറ്റീവും സെയിം നമ്പർ ഡിഫറെൻറ്റ് സൈൻ ആയിട്ട് വന്നാൽ മാത്രമേ എന്താവുള്ളൂ ഇത് 0 ആയി പോവുള്ളൂ. അല്ലാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ രണ്ട് നമ്പേഴ്സും തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന നമ്പർ എന്താണെന്ന് എഴുതി വെക്കാം. ഇതിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 5n+5 ആണ്. Next question. The 8th term of an arithmetic sequence is 12 and its 12th term is 8. What is the algebraic expression for this sequence? അതായത് നമുക്ക് ഒരു arithmetic sequenceന്റെ 8th term തന്നിട്ടുണ്ട്, 12th term തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സീക്വൻസിൻ്റെ algebraic expression എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് സീക്വൻസ് കറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. നമുക്കൊരു algebraic expression കണ്ടുപിടിക്കണമെങ്കിൽ എന്താ വേണ്ടത്? എയും വേണം ഡിയും വേണം. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് അതായത് ഈ ടേംസ് മാത്രമാണ്. അപ്പോൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചായിരുന്നു ഇങ്ങനെ തരുമ്പോഴേക്കും എയും ഡിയും എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത്. നമുക്ക് ആദ്യം അത് കണ്ടുപിടിക്കാം. അപ്പം ഇത് തന്നിരിക്കുന്നത് 8th term is 12 and 12th term is 8. ഇങ്ങനെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ നിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ഈ ടേംസ് തമ്മിൽ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. ദാറ്റ് ഈസ് 12 - 8. ടേംസ് തമ്മിൽ ആദ്യം എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അപ്പോൾ 12 - 8 which is equal to 4 കിട്ടും. നെക്സ്റ്റ് ഈ നമ്പേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യാം. നമ്പേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യാം. ദാറ്റ് ഈസ് 8 - 12 which is equal to -4. അതായത് 8 - 12 എന്ന് കിട്ടിയത് -4 കിട്ടി. 12 - 8 എന്നുള്ളത് 4 കിട്ടിയത്. അതായത് ടേംസ് തമ്മിലുള്ള ഡിഫറൻസും നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ നമ്പേഴ്സിൻ്റെ ടേമിന് ഇതിനെ ഈ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ജസ്റ്റ് ഡി കാണാനായിട്ട് -4 ഡിവൈഡഡ് ബൈ 4 ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? ഇത് ക്യാൻസൽ ചെയ്ത് പോയി ബാക്കി -1 കിട്ടും. അതിനുള്ള നെഗറ്റീവ് സൈൻ കൂടി നോക്കണം. -1 കിട്ടി. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -1. അപ്പോൾ ഡി നമുക്ക് -1 കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം എ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്നത് 8th ടേം തന്നിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. അപ്പം 8 - 1 which is 7. അപ്പം നമുക്ക് ചെയ്യാനുള്ളത് ഈ 8th ടേമിൽ നിന്നും 7 ടൈംസ് എന്ത് ചെയ്യുക? കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം കിട്ടി. നമുക്ക് ഓൾറെഡി കോമൺ ഡിഫറൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ 8ാമത്തെ ടേമിൽ നിന്നും 7 ടൈംസ് എന്ത് ചെയ്യുക? കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം എന്താണെന്ന് കിട്ടും. അപ്പം 8th ടേം എന്ന് പറയുന്നത് എന്താ? 12 ആണ്. 12 - 7 ടൈംസ് എന്ത് മൈനസ് ചെയ്യണം? കോമൺ ഡിഫറൻസ്. ദാറ്റ് ഈസ് 7 ഇൻറ്റു കോമൺ ഡിഫറൻസ് ഈസ് -1. അപ്പോൾ ഈ 8th ടേം ഇത് 8th ടേം ഇതെന്ന് പറയുന്നത് 7 ടൈംസ്. ഇത് ഡി കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12 - 7 ഇൻറ്റു -1 ഈസ് -7. -7 ഇൻറ്റു -1 ഈസ് -7. ഈ രണ്ട് നെഗറ്റീവ് വരുമ്പോൾ അത് എന്തായി പോകും? പോസിറ്റീവ് ആയി പോകും. ദാറ്റ് ഈസ് 12 + 7 which is 19. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 19 കിട്ടി. എ ഈസ് ഈക്വൽ ടു 19. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഡിയും കിട്ടി, ഫസ്റ്റ് ടേം കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. അതായത് നമ്മുടെ ഇക്വേഷൻ ഇസ് a + n - 1 ഇൻറ്റു ഡി which is equal to a is 19. 19 plus n minus 1 into d is -1. 19 അങ്ങനെ തന്നെ എടുക്കുക. ഇവിടെ നോക്കിയേ n - 1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. -1നെ n കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. -1 into n is -n. That is 19 minus n. നെക്സ്റ്റ് -1 into -1. ഈ -1നെ ഇവിടുത്തെ -1 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. ദാറ്റ് ഈസ് -1 into -1 ഈസ് +1. സെയിം സൈൻസ് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴേക്കും അതെന്തായി പോകും? പോസിറ്റീവ് ആയി പോകും. ദാറ്റ് ഈസ് +1. ഇനി +19ഉം +1ഉം ദാറ്റ് ഈസ് 20. 19 + 90 + 1 that is 20 which is equal to 20 minus n. ഇതാണ് ഈ സീക്വൻസിന്റെ ഇവിടെയുള്ള സീക്വൻസിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 20 minus n. The algebraic expression of an arithmetic sequence is 2 + 3n
ഫൈൻഡ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പം ഇതിൽ നമുക്ക് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്നാണ്. ഇത് ഭയങ്കര ഈസിയാണ്. അതായത് 2+3 എന്നാണ് നമ്മുടെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾക്ക് ഈ എന്നിനാണ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിന് ആദ്യം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനായിട്ട് n is equal to 1 substitute ചെയ്യുക. That is 2 plus 3 into 1 which is equal to 2 plus 3 into 1 is 3 which is equal to 5. 2 plus 3 is 5. ഇനി സെക്കൻഡ് ടേം കണ്ടുപിടിക്കാനായിട്ട് n-ന് 2 കൊടുക്കുക. That is 2 plus 3 into 2 which is equal to 2 plus 3 2s are 6 which is equal to 8. Next third term ആണെങ്കിൽ n is equal to 3 is 2 plus 3 into 3 is equal to 2 plus 3 3s are 9 11. Next fourth term ആണെങ്കിൽ n is equal to 4 2 plus 3 into 4 is equal to 2 plus 3 4s are 12 is equal to 14. അപ്പം n നമുക്ക് എത്ര ടേംസ് വരെ കണ്ടുപിടിക്കുന്നതിന് n-ന് ഓരോ നമ്പേഴ്സും എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന സീക്വൻസ് 5 8 11 14 എക്സെട്ര. ഇപ്പം നമ്മൾ n-ന് എത്ര വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു അത്രയും വരെ വേണ്ടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇതാണ് നമ്മുടെ സീക്വൻസ്. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് തന്നെയാണെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യാം? ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന്. മൈനസ് ചെയ്ത് നോക്കാം. 8 minus 5 is 3. കോമൺ ഡിഫറൻസ് ഇവിടെ എന്ത് കിട്ടി? 3 കിട്ടി. നെക്സ്റ്റ് 11 minus 8 is 3. 14 minus 11 is 3. എല്ലാ സ്ഥലത്തും എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസും കൂടിയാണ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് സം ടേംസ്. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ സം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇത്രയും നമ്പേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇത്രയും ടേംസിന്റെ എന്ത് കണ്ടുപിടിക്കണം? സം കണ്ടുപിടിക്കാൻ പറയും. ഇതിന് 2 ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. Sn സം കാണാനുള്ള ഇക്വേഷൻ ആണ്. Sn is equal to n/2 2a plus n minus 1 into d. First equation. Next Sn is equal to n/2 a plus l. അപ്പം 2 ഇക്വേഷൻസ് ആണ് നമുക്ക് ഉള്ളത്. ഈ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ എപ്പോഴും പ്രോബ്ലം ചെയ്യുന്നത്. ഇനി ഈ ഇക്വേഷൻ ചില കേസിലൊക്കെ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതെന്ന് പറയുന്നത് ഇവിടെ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, എല്ലിനെ ഡിനോട്ട് ചെയ്യുന്നത് ലാസ്റ്റ് ടേം ആണ്. ഒരു സീക്വൻസിന്റെ ഫസ്റ്റ് ടേം എ ആണ്, എൽ ഈസ് ലാസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ്. ഇത് നമുക്ക് ചില ഇക്വേഷൻസ് സീക്വൻസ് വരുമ്പോൾ ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് പ്രോബ്ലം ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 25 terms of the arithmetic sequence 11, 23, 33, etc. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 25 terms of the arithmetic sequence 11, 23, 33, etc. അപ്പം എന്താണ് നമ്മുടെ ഇക്വേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതെന്ന് പറഞ്ഞുതരാം. ഇതിന് n എന്ന് പറയുന്നതാണ് നമുക്ക് എത്ര ടേംസിന്റെ ആണോ സം കണ്ടുപിടിക്കേണ്ടത് അതാണ് n-നെ ഡിനോട്ട് ചെയ്യുന്നത്. n ഇവിടെ n is equal to 25. നെക്സ്റ്റ് a എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം, a is equal to 11. നെക്സ്റ്റ് d എന്ന് പറയുന്നത് ഇതിന്റെ കോമൺ ഡിഫറൻസ്, d is equal to 22 minus 11 which is equal to 11. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സം കണ്ടുപിടിക്കണമെങ്കിൽ വേണ്ടത്. n വേണം, a വേണം, d വേണം. അതെല്ലാം നമുക്ക് ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടി. n എന്താണെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എത്ര ടേംസിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത് അതായിരിക്കും എപ്പോഴും n. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ എന്ന് പറയുന്നത് Sn is equal to n/2 2a plus n minus 1 into d. ഇവിടെ നമുക്ക് n 25 ആണ്. 25 ടേംസിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ S25 is equal to n/2, that is 25/2 2 into a is 11. 11 plus n minus 1, n is 25, that is 25 minus 1 into d. d is 11. ഇതങ്ങനെ
ആണെങ്കിൽ തന്നെ ഇതാ 25/2. ഇത് ക്യാൻസൽ ചെയ്ത് പോകുന്ന നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് എഴുതാം. ഇവിടെ 25/2 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റില്ല. അപ്പോൾ 25/2 അതുപോലെ തന്നെ എഴുതി. 2 × 11 is 22 plus 25 minus 1 is 24. 24 × 11. നെക്സ്റ്റ് ഇതുപോലെ തന്നെ ഇതാ 25/2. 22 plus 24 × 11 is 264 is equal to 25/2. 22 plus 264 is into 286. ഇവിടെ ഈ ബ്രാക്കറ്റ് മീൻ ചെയ്യുന്നത് ഇത് ഇൻറ്റു ഇത് എന്നാണ്. അതായത് 25/2 ഇൻറ്റു ദിസ് ടേം എന്നാണ്. അപ്പോൾ 25/2 ഇൻറ്റു ഇത് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഇത് കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതാ ഈ 2 എന്ന് പറയുന്ന ഡിവിഷൻ ഇതിനും കൂടി ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ 2 കൊണ്ട് ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാം. ആദ്യം 2 1 ടൈമിൽ പോവും. ഇവിടെ 1 2s are 2, 4 2s are 8, 3 2s are 6, 1 4 3. അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 286 × 2 എന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് 143 കിട്ടി. 25 × 143 തമ്മിൽ എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പം നമുക്ക് ഇത് കിട്ടും. ഇതാണ് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് 25 ടേംസിന്റെ സം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മാത്രമേ ഇത് പ്രശ്നം ഉണ്ടാവുള്ളൂ. കാരണം ഇവിടെ ഇവിടെ 24 ആയിരുന്നെങ്കിൽ നമുക്ക് എന്തായിരുന്നു, 24/2 ആയിരുന്നെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് 12 എന്ന് എഴുതി പോന്നാൽ മതിയായിരുന്നു. പക്ഷെ 25/2 നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഈ 2നെ ഇവിടെ കിട്ടുന്ന നമ്പർ വെച്ച് ക്യാൻസൽ ചെയ്തിട്ട് ഇത് തമ്മിൽ എന്ത് ചെയ്തു, മൾട്ടിപ്പിൾ ചെയ്തു. എന്നിട്ട് ലാസ്റ്റ് ആൻസർ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the difference between the sum of the first 20 terms of the arithmetic sequences 6, 10, 14 and 15, 9, 23? അതായത് നമുക്ക് രണ്ട് അരിത്മെറ്റിക് സീക്വൻസസ് ആണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് 20 ടേംസിൻ്റെ സം കണ്ടുപിടിക്കാം. ഈ രണ്ട് സീക്വൻസിൻ്റെയും ഫസ്റ്റ് 20 ടേംസിൻ്റെ സം കണ്ടുപിടിക്കാം. എന്നിട്ട് ആ സം തമ്മിലുള്ള ഡിഫറൻസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഫസ്റ്റ് സീക്വൻസിൻ്റെ 20 ടേംസിൻ്റെ സം കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് 6, 10, 14 എക്സെട്ര. എന്ന് പറഞ്ഞാൽ 20 ആണ്. ആദ്യം ഫസ്റ്റ് 20 ടേംസിന്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, n is equal to 20, a is equal to first term 6 and d is equal to common difference 10 minus 6 is equal to 4. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇക്വേഷൻ. Sn is equal to n/2 2a plus n minus 1 into d. ഇവിടെ നമുക്ക് 20 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, S20 എഴുതാം. S20 is equal to n/2, that is 20/2 into 2 into a is 6 plus n minus 1 is 20 minus 1. 20 minus 1 into d is 4. ഇവിടെ നോക്കാം. ഇവിടെ 20/2 ആണ്. 20/2 നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ദാറ്റ് ഈസ് 1 2s are 2, 1 2s are 2, 10. 20/2 is 10. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് മുതൽ എന്ത് എഴുതിയാൽ മതി, 10 എന്ന് എഴുതിയാൽ മതി. ദാറ്റ് ഈസ് 10 into 2 6 are 12 plus 20 minus 1 it is 19. 19 into 4 is equal to 10 into 12 plus 19 into 4 is 76 is equal to 10 into 12 plus 76. അപ്പോൾ ഇത് തമ്മിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സീക്വൻസിൻ്റെ 20 ടേംസിൻ്റെ സം എന്ന് പറയുന്നത്. എന്ത് കിട്ടി, 880 കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഇതുപോലെ തന്നെ സെക്കൻഡ് സീക്വൻസിന്റെ സമം കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സീക്വൻസ് എന്തായിരുന്നു, 15, 19, 23 എക്സെട്ര. ഇവിടെ നമുക്ക് n എന്ന് പറയുന്നത് എന്താണ്, 20 ആണ്. ഫസ്റ്റ് 20 ടേംസിന്റെ സമം കണ്ടുപിടിക്കാനുള്ളത്. a is equal to first term is 15 and d is equal to 19 minus 15 which is equal to 4. ഇനി നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is Sn is equal to n/2 2a plus n minus 1 into d.
n by 2. Here n is 20. 20 by 2. 2 into a is 15 plus n minus 1, that is 20 minus 1 into d is 4. Then cancel here. 10 into 2 into 15, 30 plus 19 into 4 is equal to 10 into 30 plus 76. Next 10 into 30 plus 76 is 106. Multiple ചെയ്യാം. That is ഇതാണ് നമ്മുടെ സെക്കൻഡ് ടേം സീക്വൻസിന്റെ സം കിട്ടിയിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ രണ്ട് സീക്വൻസിന്റെ സം തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എന്താ ചെയ്യാം, ഈ സീക്വൻസിന്റെ ഈ ഇതിൽ നിന്നും ഇതങ്ങ് മൈനസ് ചെയ്യാം. അപ്പൊ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ആ സെക്കൻഡ് സീക്വൻസിൽ നിന്നും ഫസ്റ്റ് സീക്വൻസ് മൈനസ് ചെയ്യാം. ഇറ്റ് ഇസ് ഈക്വൽ ടു 180. ഇതാണ് രണ്ട് സീക്വൻസിന്റെയും 20 ടേംസിന്റെ സം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, find the sum of the following arithmetic sequence 51 plus 52 plus etc 70. ഇതാണ് നമ്മുടെ arithmetic sequence. ഇനി ഈ സീക്വൻസിന്റെ സം എന്താണെന്ന് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം തുടങ്ങി ലാസ്റ്റ് ടേം വരെ തന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം, n എന്ന് പറയുന്നത് എത്ര ഉണ്ടെന്ന് അറിയില്ല, എത്ര ടേംസ് ആണ് ഈ സീക്വൻസിൽ ഉണ്ടെന്ന് അറിയില്ല. നമുക്ക് എപ്പോഴും സം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം, n എന്താന്ന് വേണം. എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ അതിന്റെ സം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമ്മളിവിടെ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത് n എന്താണെന്നാണ്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ അത് എഴുതാം. a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ഇസ് 51. നെക്സ്റ്റ് d is equal to 52 minus 51 which is equal to 1. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് 70. അപ്പോൾ ലാസ്റ്റ് ടേമിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് l is equal to 70. l എന്ന് മാത്രമല്ല നമുക്ക് ഇതിനെ tn എന്നും കൂടി ഡിനോട്ട് ചെയ്യാം. അതായത് tn ലാസ്റ്റ് ടേം അല്ല, ഈ n എത്രയാണെന്ന് നമുക്കറിയില്ല, എത്രാമത്തെ ടേം ആണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മളിതിനെ tn ഡിനോട്ട് ചെയ്യുവാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കണം n എന്താണെന്ന് കണ്ടുപിടിക്കാം. അതിന് നമ്മൾ ചെയ്യുന്ന ഇക്വേഷൻ tn is equal to a plus n minus 1 into d എന്നാണ്. ഇവിടെ നമുക്കറിയാം tn എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് എടുത്തത് 70 ആയിട്ട് എടുത്തു. ദാറ്റ് ഈസ് 70 is equal to a is 51. 51 plus n minus 1, n നമുക്ക് അറിയില്ല, അപ്പോൾ ഈ ടേമിന് നമ്മൾ എന്ത് എഴുതി, അങ്ങനെ തന്നെ എഴുതി, n minus 1 into d is 1. That is 70 is equal to 51 plus bracket open ചെയ്യുക 1 into n. 1 into n is n. Next negative 1 into 1, that is negative 1. Plus 51 negative 1 കൂടി ഇനി കാൽക്കുലേറ്റ് ചെയ്യാം. That is plus 51 minus 1 plus 50. Yes, 70 is equal to 50 plus n. ഇത്രയും വരെ കിട്ടി. നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താ, n എന്ന് പറയുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, n-നെ ഇവിടെ തന്നെ നിർത്തിയിട്ട് ഈ 50-നെ ഈ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പം പ്ലസ് 50 എന്നുള്ളത് ഇങ്ങോട്ട് പോകുമ്പോഴേക്കും നെഗറ്റീവ് 50 ആകും. 70 minus 50 is equal to n. 70 minus 50 is 20. 20 is equal to n. അപ്പോൾ ഹിയർ n എന്ന് പറയുന്നത് എന്താണ്, 20. ടോട്ടൽ 20 ടേംസ് ആണ് ഈ സീക്വൻസിലുള്ളത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, നമ്മുടെ സം കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം l എന്താണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്, a എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഏത് ചൂസ് ചെയ്യാം, Sn is equal to n by 2 a plus l എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കിവിടെ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് n is 20. That is S20 is equal to n by 2. 20 by 2 a plus l. a plus l എന്ന് പറയുന്നത് a is 51 plus l is 70. Which is equal to, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. That is 10 into 51. 10 into 51 plus 70. That is 121. അപ്പോൾ ഇതാണ് ഈ സീക്വൻസിന്റെ സം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ, അതായത് ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെയുള്ള കേസസിലാണ് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. ലാസ്റ്റ് ടേം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ചൂസ് ചെയ്ത് ഈ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഉള്ളത് n കണ്ടുപിടിക്കുന്നത് മനസ്സിലാക്കുക. nth ടേം, അതായത് എത്ര ടേംസ് ഉണ്ടെന്ന് പറ്റാത്ത ഇക്വേഷൻ ക്വസ്റ്റ്യൻസിലാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രോബ്ലം കണ്ടുപിടിക്കുന്നത്.
അപ്പം ഈ ചാപ്റ്റർ ഇവിടെ തീർന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്.